ഇന്നയോളവും നന്നായി നടത്തി. കഴിഞ്ഞയാണ്ടുകൾ ആരംഭം മുതൽ ഇന്നയോളവും നന്നായി നടത്തി. കാൽ കല്ലിൽ തട്ടാതെ കരം പിടിച്ചും തോളിൽ വഹിച്ചും എന്നപ്പനെ പോലെ. കാൽ കല്ലിൽ തട്ടാതെ കരം പിടിച്ചും തോളിൽ വഹിച്ചും എന്നപ്പനെ പോലെ താലോലിച്ചിടും എൻ തായെ പോലെയും. താലോലിച്ചിടും എൻ തായെ പോലെയും. അങ്ങേ മാത്രം ഉയർത്തിയിടുന്നേ എന്നപ്പനെ. അങ്ങേ മാത്രം ആരാധിക്കുന്നേ എന്നേശുവേ. അങ്ങേ മാത്രം ഉയർത്തിയിടുന്നേ എന്നപ്പനെ. അങ്ങേ മാത്രം ആരാധിക്കുന്നേ എന്നേശുവേ. ഹല്ലേലൂയ. 2025 നമ്മെ വിട്ട് കടന്നു പോവുകയാണ്. ഒരു പുതിയ വർഷം 2026 നമുക്ക് മുൻപിൽ നിൽക്കുന്നു. ഈ കഴിഞ്ഞ വർഷങ്ങളിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ഈ ആണ്ടിൻ്റെ ആരംഭം മുതൽ അവസാനം വരെ നിന്റെ ദൈവമായ യഹോവയുടെ ദൃഷ്ടി അതിന്മേൽ ഇരിക്കുമെന്ന് വാക്ക് പറഞ്ഞതുപോലെ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലേക്ക് നോക്കുമ്പോൾ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെയല്ലാതെ ആയിരിക്കുവാൻ കഴിയില്ല. കാരണം ആണ്ടിൻ്റെ ആദ്യം മുതൽ ആരംഭം മുതൽ അവസാനം ദിവസമാകുന്ന ഈ ദിവസം വരെയും സ്വർഗത്തിലെ അപ്പൻ്റെ കണ്ണുകളും കാതുകളും നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. ആ കരം കൊണ്ട് അത് ഒരമ്മയെ പോലെ, ഒരപ്പനെ പോലെ, സ്നേഹമുള്ള ഒരമ്മയെ പോലെ, സ്നേഹമുള്ള താലോലിക്കുന്ന ഒരപ്പനെ പോലെ കർത്താവിൻ്റെ കരം നമ്മോട് കൂടെയിരുന്നു. എന്തെല്ലാം പ്രതികൂലങ്ങളിൽ കൂടി കടന്നുപോയി. പിന്നിട്ട വഴികളിലേക്ക് നോക്കുമ്പോൾ, പിറകോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ ഏതെല്ലാം പാതകളിൽ കൂടി കടന്നു പോകേണ്ടി വന്നു. ഒരിക്കലും വിചാരിക്കാത്ത സംഭവബഹുലമായ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്നിട്ടുണ്ടായിരിക്കാം. ഒരിക്കലും പ്രതീക്ഷിക്കാത്തത്, ഒരിക്കലും നനയ്ക്കാത്തത്. അങ്ങനെയൊന്നും വരുമെന്ന് ഒരു കാലത്തും വിചാരിച്ചിരുന്നില്ല. ഇങ്ങനെയൊന്നും ആകുമെന്ന് ഒരു കാലത്തും നനച്ചില്ല. പ്രതീക്ഷിക്കാതെയാണ് കടബാധ്യത കടന്നു വന്നത്. പ്രതീക്ഷിക്കാതെയാണ് വലിയ രോഗത്തിൻ്റെ ബാധ കടന്നു വന്നത്. പ്രതീക്ഷിക്കാതെയാണ് ജീവിതത്തിൽ ക്ലേശങ്ങൾ കടന്നു വന്നത്. പ്രതീക്ഷിക്കാതെയാണ് അമ്മയെ നഷ്ടപ്പെട്ടത്. പ്രതീക്ഷിക്കാതെയാണ് അപ്പൻ ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടത്. പ്രതീക്ഷിക്കാതെയാണ് സ്നേഹിച്ചു വളർത്തിയ മക്കളുടെ ജീവിതത്തിൽ പ്രതികൂലങ്ങൾ കടന്നു വന്നത്. മക്കൾ അനുസരണമില്ലാത്തവരായി തീർന്നു പോയത്. ഒരിക്കലും പ്രതീക്ഷിക്കാത്ത പല കാര്യങ്ങളും ജീവിതത്തിൽ സംഭവിച്ചിരിക്കാം. എങ്കിലും തിരിഞ്ഞു നോക്കുമ്പോൾ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ജീവിതം കൊടുത്ത ഒരു ദൈവ പൈതൽ ധൈര്യത്തോടെ പറയും, അതെ, കർത്താവിനെ മാത്രമേ എനിക്ക് ഉയർത്തുവാനുള്ളൂ. ഈ ആണ്ടിൻ്റെ ആരംഭം മുതൽ, കഴിഞ്ഞ ആണ്ടുകളിലും ഈ ആണ്ടിൻ്റെ ആരംഭം മുതലും ഇതിൻ്റെ അവസാന നിമിഷം വരെയും എന്നെ കാത്തു സൂക്ഷിച്ച എൻ്റെ സ്വർഗത്തിലെ ദൈവം, ഹല്ലേലൂയ, എന്നെ കരുണയോടെ തൻ്റെ പൊന്നു കരങ്ങളിൽ, ആണിപ്പഴുതുള്ള കരങ്ങളിൽ എന്നെ വഹിച്ച എൻ്റെ ജീവനുള്ള ക്രിസ്തു, ഹല്ലേലൂയ, എൻ്റെ കർത്താവിൻ്റെ സ്നേഹം മാറിപ്പോയില്ല. എന്തെല്ലാം ജീവിതത്തിലേക്ക് പ്രതികൂലങ്ങൾ കടന്നു വന്നപ്പോഴും ചിലരുടെ ജീവിതത്തിൽ വളരെയധികം നന്മകളായിരിക്കാം കടന്നു വന്നത്. പലതരത്തിലുള്ള സന്തോഷത്തിൻ്റെ അനുഭവങ്ങൾ, പല നന്മകൾ, അതെ, പ്രതീക്ഷിക്കാതെ ജീവിതത്തിൽ വന്നതായ സാമ്പത്തികമായ നന്മകൾ. ചിലപ്പോൾ നല്ല ജോലി ലഭിച്ചിരിക്കാം, നല്ല ഭാര്യയെ ലഭിച്ചിരിക്കാം, നല്ല ഭർത്താവിനെ ലഭിച്ചിരിക്കാം, ഒരു ഓമന കുഞ്ഞിനെ ലഭിച്ചിരിക്കാം, ഉണ്ടായിരുന്ന സാമ്പത്തിക ബാധ്യതയിൽ നിന്ന്, കടക്കെണിയിൽ നിന്ന് ഒരു വിടുതൽ ലഭിച്ചിരിക്കാം. പലതരത്തിലുള്ള നന്മകൾ നോക്കുമ്പോൾ നിരാശപ്പെടാൻ കാര്യം 10 ഉണ്ടെങ്കിൽ ആനന്ദിക്കാനുള്ളത് 1000 എന്ന് പാട്ടുകാരൻ പാടിയതുപോലെ നമ്മുടെ ജീവിതത്തിലും കുറവുള്ളതായ കാര്യങ്ങൾ ചിലത് ഉണ്ടായി എങ്കിലും നന്മയുടെ അനുഭവങ്ങൾ ഒരുപാട് സ്വർഗത്തിലെ അപ്പൻ തന്നു. ഏതെല്ലാം പ്രതികൂലങ്ങളിൽ കൂടി കടന്നു പോകേണ്ടി വന്നുവെങ്കിലും അതിൻ്റെ മീതെയെല്ലാം നടക്കുവാൻ കർത്താവിൻ്റെ കരം നമ്മെ സഹായിച്ചു. ഹല്ലേലൂയ. അതെ, നീ തീയിൽ കൂടി നടന്നാൽ തീ നിന്നെ ദഹിപ്പിക്കുകയില്ല. നീ വെള്ളത്തിൽ കൂടി കടക്കുമ്പോൾ നദി നിന്മേൽ കവിയുകയില്ല, വെള്ളം നിന്നെ മൂടിക്കളയുകയില്ല എന്ന് വാക്ക് പറഞ്ഞ കർത്താവിൻ്റെ കരം നമ്മോട് കൂടെ ഇരുന്ന് ഈ അവസാന ദിവസവും നമ്മെ ഇത്രത്തോളം മനോഹരമായി നടത്തി. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആണ്ടിൻ്റെ ആരംഭം മുതൽ അതിൻ്റെ അവസാനം വരെയും സ്വർഗത്തിലെ അപ്പൻ വാക്കുമാറാതെ വിശ്വസ്തനായി നമ്മോട് കൂടെ ഇരുന്നു. മനുഷ്യരെല്ലാം വാക്കുമാറുന്നത് നാം പലപ്പോഴും കണ്ടു കാണും. മനുഷ്യരുടെ വാക്കുകൾക്ക് വിലയില്ലാതെ പോകുന്നത് കണ്ടു കാണും. പലരും മുഖം മറയ്ക്കുന്നത് നാം കണ്ടു കാണും. പലരും കണ്ടില്ല എന്ന് നടിക്കുന്നത് കണ്ടു കാണും. സഹായം ലഭിച്ച
പ്രതീക്ഷിച്ച സ്ഥലങ്ങളിൽ നിന്ന് സഹായം ലഭിക്കാതെ നിരാശരായി പോകേണ്ടി വന്നിരിക്കാം. പക്ഷേ നമ്മോട് വാക്ക് പറഞ്ഞ കർത്താവ് എന്നും എന്നും വിശ്വസ്തനായിരുന്നു. ആ കർത്താവ് ഒരിക്കലും വാക്കു മാറിയില്ല. ആവർത്തന പുസ്തകം 28-ാം അധ്യായത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നുണ്ട്. അതിന്റെ 13-ാം വാക്യം, ഞാൻ ഇന്ന് നിന്നോട് ആജ്ഞാപിക്കുന്ന നിന്റെ ദൈവമായ യഹോവയുടെ കൽപ്പനകൾ കേട്ട് പ്രമാണിച്ചു നടന്നാൽ യഹോവ നിന്നെ വാലല്ല തലയാക്കും. നീ ഉയർച്ച തന്നെ പ്രാപിക്കും, താഴ്ച പ്രാപിക്കയില്ല. ഹല്ലേലൂയ. അതെ, എൻ്റെ ദൈവത്തിന്റെ വാക്കുകൾ കേട്ടനുസരിച്ചാൽ, നിന്റെ ദൈവമായ യഹോവയുടെ കൽപ്പനകൾ പ്രമാണിച്ചു നടന്നാൽ നീ വാലല്ല നിന്നെ തലയാക്കുമെന്നാണ് ജീവനുള്ള ദൈവം അരുളി ചെയ്യുന്നത്. ഇന്ന് നമ്മുടെ ജീവിതത്തിൽ കുറവുകൾ നമുക്ക് പറയുവാനുണ്ടെങ്കിലും ദൈവം ഇതിലെ നിന്നെ പിടിച്ചിരിക്കുന്ന കരം ശക്തിയുള്ള കരമാണ്. നിന്നെ പിടിച്ചിരിക്കുന്ന ഭുജം ബലമേറിയ ഭുജമാണ്. ഏതാഴിയിൽ കൂടി കടന്നുപോയാലും ആഴിക്ക് മീതെ നിന്നെ ഉയർത്തുവാൻ ശക്തിയുള്ള ഭുജമാണ് നിന്നെ പിടിച്ചിരിക്കുന്നത്. ഹല്ലേലൂയ. ആ കരങ്ങളാൽ നിന്നെ പിടിച്ചിരിക്കുന്നുവെങ്കിൽ അവൻ നിന്നെ വാലല്ല തലയാക്കും. ഹല്ലേലൂയ. നീ ഉയർച്ച തന്നെ പ്രാപിക്കും, നീ താഴ്ച പ്രാപിക്കയില്ല. അത് ഈ ആണ്ടിന്റെ അവസാനം നിൽക്കുമ്പോൾ 2025 കാലെടുത്തു വയ്ക്കുവാൻ നാം ആവലോടെ വെമ്പി നിൽക്കുമ്പോൾ കർത്താവിന്റെ പരിശുദ്ധാത്മാവിൽ ഞാൻ നിന്നോട് പറയട്ടെ, നീ ഉയർച്ച തന്നെ പ്രാപിക്കും. നല്ലൊരു വർഷം നിന്നെ കാത്തിരിക്കുന്നു. ഈ ആണ്ടിന്റെ ആദ്യം മുതൽ അവസാനം വരെ നമ്മെ നടത്തിയ, നമ്മെ കരുതിയ, നമ്മെ പോറ്റിയ നമ്മുടെ കർത്താവ് വീണ്ടും നമ്മോട് വാക്കു പറയുന്നു, നീ വാലല്ല തലയാകും. ഞാൻ നിന്നെ വാലല്ല തലയാക്കി തീർക്കും. നീ ഉയർച്ച തന്നെ പ്രാപിക്കും, നീ താഴ്ച പ്രാപിക്കുകയില്ല. കാരണം ഉയർച്ച പ്രാപിച്ചവന്റെ നാമമാണ് നിന്റെ നെറ്റിമേൽ എഴുതിയിരിക്കുന്നത്. ഉയർച്ച പ്രാപിച്ചവന്റെ നാമത്തിലാണ് നീ അറിയപ്പെടുന്നത്. ആ കർത്താവായ യേശു ക്രിസ്തു മരിച്ചുപോയ ദൈവമല്ല, ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്ന കർത്താവാണ്. അവൻ വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനായ ദൈവമാണ്. നിന്നോട് വാക്കു പറഞ്ഞ ദൈവം വഴിമാറിപ്പോകുന്ന ദൈവമല്ല, വാക്ക് വ്യത്യാസം വരുത്തുന്ന ദൈവമല്ല, കണ്ടില്ല എന്ന് നടിക്കുന്ന ദൈവമല്ല, കേട്ടില്ല എന്ന് പറയുന്ന ദൈവമല്ല. ആ കർത്താവ് എല്ലാം ശ്രദ്ധ വെച്ച് കേൾക്കുകയും നിന്റെ കണ്ണുനീരിന്റെ ഓരോ തുള്ളി കണ്ണുനീരും തന്റെ തുരുത്തിയിലാക്കി സൂക്ഷിച്ച് അതിനെല്ലാം മറുപടി തരുന്ന നല്ല കർത്താവാണ്. ഹല്ലേലൂയ. ഈ കർത്താവ് നമ്മെ വിളിക്കുന്നു. ഈ കർത്താവിന്റെ കരങ്ങളിലേക്ക് വീണ്ടും നമ്മുടെ ജീവിതം ഏൽപ്പിച്ചു കൊടുക്കാം. ഇന്നയോളം മനോഹരമായി നടത്തിയ, അതെ, അപ്പനെ പോലെ താലോലിച്ച്, അമ്മയെ പോലെ താലോലിച്ച് നമ്മെ മനോഹരമായി നടത്തിയ ഈ കർത്താവിനെ എന്നും എന്നും സ്തുതിച്ചുകൊണ്ട് അവൻ്റെ കരങ്ങളിലേക്ക് നമ്മുടെ ജീവിതം വീണ്ടും ഏൽപ്പിക്കാം. നല്ലൊരു വർഷം കർത്താവ് എല്ലാവർക്കും ദാനമായി നൽകട്ടെ. വരുന്ന 2026 എല്ലാവർക്കും അനുഗ്രഹത്തിൻ്റെ വർഷമായി തീരട്ടെ. അതെ, കർത്താവ് എല്ലാവരെയും വാലല്ല തലയാക്കി തീർക്കട്ടെ. കർത്താവിൻ്റെ നാമത്തിൽ എല്ലാവരും ഉയർച്ച തന്നെ പ്രാപിക്കട്ടെ. താഴ്ച പ്രാപിക്കയില്ല, ഉയർച്ച തന്നെ പ്രാപിക്കും. നിന്റെ കുട്ടയും മാവ് ഉഴയ്ക്കുന്ന തൊട്ടിയും അനുഗ്രഹിക്കപ്പെടും. അതെ, ആവർത്തന പുസ്തകം 28-ാം അധ്യായം അതിൻ്റെ 14-ാമത്തെ വാക്യങ്ങൾ വരെ പറഞ്ഞിരിക്കുന്നതായ എല്ലാ അനുഗ്രഹങ്ങളും ദൈവമക്കളുടെ മേൽ കർത്താവ് അയക്കട്ടെ. ഒരു നല്ല വർഷം ദൈവം എല്ലാവർക്കും ദാനമായി നൽകട്ടെ. ഈ വർഷത്തിൻ്റെ അവസാനം നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ നമുക്ക് നമ്മുടെ കർത്താവിനെ സ്തോത്രം ചെയ്യാം. അവൻ നടത്തിയതായ എല്ലാ വഴികൾക്കും നന്ദി പറയാം. ഇന്നയോളം കരുതിയതിനെ സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. വരുവാനിക്കുന്ന ആണ്ടുകളിലേക്ക് നോക്കി നമുക്ക് പറയാം, ഞാൻ ഉയർച്ച തന്നെ പ്രാപിക്കും, താഴ്ച പ്രാപിക്കുകയില്ല. എൻ്റെ കർത്താവ് എന്നെ വാലല്ല തലയാക്കി തീർക്കും. ഹല്ലേലൂയ. ഉന്നതികളിൽ മേൽ എന്നെ നട കൊള്ളുമാറാക്കും. ഹല്ലേലൂയ. എൻ്റെ കാൽ മാൻപേയുടെ കാൽക്ക് തുല്യമാക്കി തീർക്കും. എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്യുവാൻ, മറികടന്ന് ഓടുവാൻ, അതെ, നന്മയും കരുണയും എൻ്റെ ആയുഷ്കാലം ഒക്കെയും എന്നെ പിന്തുടരും. ദൈവത്തിൻ്റെ വലിയ തിരുനാമം മാത്രം മഹത്വപ്പെടട്ടെ. സ്വർഗത്തിലെ അപ്പൻ എല്ലാവരെയും നിറപടിയായി അനുഗ്രഹിക്കട്ടെ. ഹല്ലേലൂയ.